ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം. നമ്മളങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമവചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റേമവചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് യേശുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിലൂടെ ഞങ്ങളുടെ അടുത്തങ്ങ് സംസാരിക്കണമേ. ഇന്നത്തെ ഈ ദിവസത്തെ ഈ സമയം വചനത്തിനു വേണ്ടി മാറ്റിവെക്കാൻ അങ്ങ് ഞങ്ങൾ അനുവദിച്ചതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കേൾക്കുന്ന വചനത്തെ പൂർണ്ണമായും ഗ്രഹിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് അതുമൂലം മറ്റുള്ളവർക്ക് ഞങ്ങൾ മാതൃകകളായി തീരുന്നതിന് ഞങ്ങളങ്ങ് പ്രത്യേകം ഒരുക്കണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മൾ വചനം കണ്ടെത്തുന്നത് ഈ ഒരു ബൈബിളിൽ നിന്നാണ്. ഇതൊരു ഇംഗ്ലീഷിലുള്ള പോക്കറ്റ് എഡിഷൻ ബൈബിളാണ്. ഇതിൽ സുഭാഷിതങ്ങളും സങ്കീർത്തനങ്ങളും പുതിയ നിയമം മുഴുവനുള്ള ചെറിയൊരു ബൈബിളാണ്. ഇത്രയും ഭാഗത്താണ് നമ്മൾ വചനം കണ്ടെത്തുന്നത്. കണ്ടെത്തിയ ദൈവവചനം നമ്മൾ വായിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്. മലയാളത്തിലുള്ള POCയുടെ മൊബൈൽ ബൈബിൾ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ വായിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വചനം കണ്ടെത്താം. വചനം കണ്ടെത്തുന്നത് റാൻഡം ആയിട്ടാണ്, ഇന്ന ഭാഗത്തൊന്നുമില്ല. അപ്പോൾ ബൈബിൾ തുറന്ന് എവിടെ നിന്നാണോ ആദ്യം നമ്മൾ കാണുന്നത് ആ വചനമാണ് വായിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിലെ ആദ്യത്തെ ഭാഗമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അതായത് ചില അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ അത്ഭുതങ്ങളിലേക്ക് മാത്രമാണ് ഫോക്കസ്. അതിനുശേഷം നമുക്ക് ദൈവം ഓൾറെഡി നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേ. അപ്പോൾ നമ്മൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അതായത് ശിഷ്യന്മാരിൽ നിന്ന് യേശു പറഞ്ഞത് അവർ ദുഃഖത്തോടെയാണ് നോക്കി നിന്നത്. പക്ഷേ എങ്കിലും അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരും, അല്ലെങ്കിൽ നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഘോഷിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് അല്ലെ. പറഞ്ഞ ആൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപൊന്ന് മറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും കുറേ പേര് നമ്മൾ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ച് നമ്മളെ മരിച്ചിട്ടൊക്കെ നമ്മുടെ നിന്ന് അകന്നു പോവും. അപ്പോൾ നമ്മൾ ആ ഒരു വിഷമത്തിൽ നിൽക്കാതെ അവരിലൂടെ നമുക്ക് കിട്ടിയ ആ ദൈവിക ജ്ഞാനത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഈ വചനം പ്രചോദനമായി തീരട്ടെ. ആമേൻ.